ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താണ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണ്, മാഗ്നറ്റിസം എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ് മാഗ്നറ്റ്? നമ്മൾ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്? പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽസുമായിട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റ് എന്ന് പറയുന്നത് അല്ലേ? ആ ഒരു പ്രോപ്പർട്ടി ഓഫ് നമ്മൾ പറയുന്നത്, അങ്ങനെ അട്രാക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി, അതിനാണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിസം അല്ലേ? അപ്പം ഇൻ ദ റീജിയൻ സറൗണ്ടിങ് എ പെർമനൻറ്റ് മാഗ്നറ്റ് ദർ എക്സിസ്റ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് which can be represented by a magnetic flux lines similar to electric flux lines. The magnetic flux lines differ from electric flux lines in that they don't have an original or termination point. Magnetic flux lines radiate from the north pole to south pole through the magnetic bar. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? കാരണം നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും? ഒരു സൗത്ത് പോൾ ഉണ്ടാവും, ഒരു നോർത്ത് പോൾസ് ഉണ്ടാവും. അപ്പോൾ അതിന് എക്രോസ് ആയിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ഈ യൂണിറ്റ് ഏരിയാസിലുള്ള ഫ്ലക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്താണ്, ഇത് അതുപോലെയുള്ള മാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചു വന്നതാണ് അല്ലേ? അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ഇതിപ്പം കണ്ടിന്യൂസ് ആണ് അല്ലേ? ഇങ്ങനെ സർക്കുലർ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ബേസിക്കായ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അധികം പറയുന്നില്ല. ഇനി തന്നെ മാഗ്നറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്താണ്? പെർമനൻറ്റ് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്സ്. പെർമനൻറ്റ് മാഗ്നറ്റ്സ് മീൻസ് ഇറ്റ് ഹാസ് ദി മാഗ്നറ്റിസം അല്ല, എപ്പോഴും പെർമനൻ്റ് ആയിട്ട് അതിൽ മാഗ്നറ്റിസം ഉണ്ട്, അതിനാണ് പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റ്സ് മീൻസ് വെൻ വി ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓർ വെൻ വി ആർ ഗിവിങ് എ DC സപ്ലൈ ആൻ AC സപ്ലൈ ഇറ്റ് ബിക്കം എ മാഗ്നറ്റ് അല്ലേ? നമ്മളൊരു സപ്ലൈ കൊടുത്തുകൊണ്ട് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്ത പ്രോപ്പർട്ടി, അങ്ങനെ മാഗ്നറ്റ് ആവുന്ന മെറ്റീരിയൽ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇനിയിപ്പോൾ രണ്ട് മാഗ്നറ്റ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും നോർത്ത് സൗത്ത് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ സൗത്തും നോർത്തും എപ്പോഴും അട്രാക്റ്റ് ചെയ്യും, സൗത്തും എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? ഓപ്പോസിറ്റ് പോൾസും സെയിം പോൾസ് എപ്പോഴും എന്താണ്? ഓപ്പോസിറ്റ് പോൾസ് എപ്പോഴും അട്രാക്റ്റ് ചെയ്യും, സെയിം പോൾസ് എപ്പോഴും റിപ്പല് ചെയ്യും. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇഫ് ലൈക്ക് പോൾസ് ആർ ബ്രോട്ട് ടുഗദർ ദ മാഗ്നറ്റ്സ് വിൽ റിപ്പൽ ആൻഡ് ദ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി as shown അല്ലേ? ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാണ്. അതായത് സെയിം പോൾസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഓപ്പോസ് ചെയ്യാനുള്ള റീസൺ നോർത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഒരു രീതിയിലായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ദർ ഷുഡ് ബി എ റിപ്പൽഷൻ ബിറ്റ്വീൻ ദി ടു. A current carrying conductor develops magnetic fields in the form of a concentric circle around it അല്ലേ? ഇത് നമ്മൾ പഠിച്ചാണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എപ്പോഴും നമ്മൾ സർക്യൂട്ട്, DC സർക്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഒരു കണ്ടക്ടർ ഏതും ആയിക്കോട്ടെ, ഒരു വയർ, അതുവഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും? ഈ ഒരു ഫോമിൽ അതിന് അക്രോസ് ആയിട്ടൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഫോം ചെയ്യും, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ. ഇഫ് എ കോയിൽ ഈസ് വൗണ്ട് ഇൻ എ സിംഗിൾ ടേൺ കോയിൽ ദ റിസൾട്ടിങ് ഫ്ലക്സ് ഫ്ലോസ് ഇൻ കോമൺ ഡയറക്ഷൻ ദോ ദ സെൻറ്റർ ഓഫ് ദി കോയിൽ അല്ലേ? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഫ്ലക്സ് ഉണ്ടാവുക. ഓക്കെ. എ കോയിൽ ഓഫ് മോർ ദാൻ വൺ ടേൺ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ കണ്ടിന്യൂസ് പാത്ത് ത്രൂ ആൻഡ് അറൗണ്ട് ദി കോയിൽ. ഇങ്ങനെയും, അതായത് ഇവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, ഇങ്ങനെയും
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ എപ്പോഴും ദർ ഷുഡ് ബി എ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അറൗണ്ട് ഇറ്റ്. The flux distribution around the coil is quite similar to the permanent magnet. The flux lines leaving the coil from the left and entering to the right simulate a north and a south pole. The concentration of flux lines in a coil is less than that of a permanent magnet. The field concentration. അപ്പോൾ ഫീൽഡ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് മേ ബി ഇൻക്രീസ്ഡ് എഫക്റ്റീവ്ലി by placing a core made up of magnetic materials within the coil electromagnet. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോമാഗ്നറ്റ്സിൻ്റെ കേസാണ് പറയുന്നത്. നമ്മൾ വെറുതെ ഒരു കോയിൽ വെച്ച് അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനേക്കാളും അപ്പോഴുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനേക്കാളും കൂടുതലായിരിക്കും ഒരു കോർ മെറ്റീരിയൽ, അതായത് അയണിൻ്റെയോ സ്റ്റീലിൻ്റെയോ കൊബാൾട്ടിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ഒരു കോർ, അതായത് കോർ മീൻസ് ഒരു സോളിഡ് മെറ്റീരിയലിൽ റൗണ്ട് ചെയ്തിട്ട് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവേണ്ട സ്ട്രെങ്ത് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ദ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്സ് ക്യാൻ ബി വാരീഡ് ബൈ വാരിയിങ് വൺ ഓഫ് ദി കമ്പോണൻറ്റ് വാല്യൂസ്, കറണ്ട്, ടേൺസ്, മെറ്റീരിയൽ ഓഫ് ദി കോർ, അല്ലേ. അപ്പോൾ അതിലുണ്ടാകുന്ന ഫീൽഡ് സ്ട്രെങ്ത്, അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിൽ ഉണ്ടാകുന്ന ഫീൽഡ് സ്ട്രെങ്ത്, അതിലുള്ള കറണ്ട്, അതുവഴി ആ കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയും അത് എത്ര ടേൺസ്, നമ്പർ ഓഫ് ടേൺസിനെയും, അതുപോലെ മെറ്റീരിയൽ ഓഫ് ദി കോർ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ കാര്യത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ക്യാൻ ബി ഫൗണ്ട് ബൈ പ്ലേസിംഗ് ദ തംബ് ഓഫ് ദി റൈറ്റ് ഹാൻഡ് ഇൻ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ആൻഡ് നോട്ടിങ് ദ ഡയറക്ഷൻ ഓഫ് ഫിംഗേഴ്സ്, കോമൺലി കോൾഡ് ദി റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂളാണ് തമ്പ് റൂൾ, അല്ലേ. അപ്പോൾ എന്താണ്, ഇതാണ് കറണ്ട് ഡയറക്ഷൻ, അല്ലേ, കാണിച്ചിരിക്കുന്നതാണ് കറണ്ട് ഡയറക്ഷൻ. അപ്പോൾ കറണ്ട് ഡയറക്ഷനാണ് നമ്മൾ ഈ കേളിംഗ് ഫിംഗേഴ്സ്, കറണ്ട് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ കേളിംഗ് ഫിംഗേഴ്സ് എങ്കിൽ നമ്മുടെ തമ്പായിരിക്കും ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത്. ഓക്കെ, തമ്പ് റെപ്രസെൻറ്റ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഇതിനെന്താണ് പറയുന്നത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ മീൻസ് നമ്മുടെ കേളിംഗ് ഫിംഗേഴ്സ് indicate if the curling fingers indicate the direction of current flow, then the thumb will indicate the direction of flux. Next, magnetic field, the space around which the magnetic lines of force act. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരു മാഗ്നറ്റ് വരച്ച് ഇവിടെ ഇത്രയാണ് ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്, അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മീൻസ് ഈ ഒരു ഏരിയ, അതായത് സ്പേസ് എറൗണ്ട് വിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആക്ട്. ഏതൊക്കെ ഏരിയാസിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത് അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സ്ട്രോങ് നിയർ ദ മാഗ്നറ്റ് ആൻഡ് വീക്കൻസ് അറ്റ് പോയിൻറ്റ്സ് എവേ ഫ്രം ദി മാഗ്നറ്റ്, അല്ലേ. നമ്മളിപ്പോൾ ഫിഗർ കണ്ടു, എന്താണ്, നമ്മളിവിടെ ഇതിനടുത്തടുത്ത് കൂടുതൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, അതായത് ഫ്ലക്സ് ലൈൻസ് ഉണ്ടാവും. അപ്പം ഈ ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലുണ്ടാകുന്നത് ഇതിൻ്റെ സെൻറ്ററിലോട്ടും അകന്നകന്ന് പോകുന്നതോടും മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറയുകയും ചെയ്യും, അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മീൻസ് സ്പേസ് അറൗണ്ട് വിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആക്ട്. എത്രത്തോളം ദൂരം ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടോ അതാണ് ആ ഒരു ഏരിയതിനെയാണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പെർമനൻറ്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് മീൻസ് നമ്മളൊരു ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആവുക, മാഗ്നറ്റായി ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണ്, ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ഇൻ എ കണ്ടക്ടർ ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്, അല്ലേ. ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ഇൻ എ കണ്ടക്ടർ ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കണ്ടക്ടർ വഴി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ ഉപയോഗിച്ച ബാറ്ററി. അപ്പോൾ ഇതൊരു കോറാണ്. അപ്പോൾ അതൊരു വയർ വഴി കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് കറണ്ട് ഇൻ ദ കോയിൽ. കോയിലിൽ എത്ര കറണ്ട് ഉണ്ട് ഉള്ളതിന് പ്രൊപ്പോർഷണലാണ്.
ദ ഫീൽഡ് ഡിസപ്പിയേഴ്സ് വെൻ ദ കറണ്ട് ഈസ് ടേൺഡ് ഓഫ്. നമ്മൾ കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് എന്താവും? ഡിസപ്പിയർ ആവും. എ സിമ്പിൾ ഇലക്ട്രോ മാഗ്നറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ ഓഫ് ഇൻസുലേറ്റഡ് വയർ wrapped അറൗണ്ട് ദ അയൺ കോർ. അല്ലേ, എന്താണ് ഒരു ഇൻസുലേറ്റഡ് വയർ? എന്താണ് സിമ്പിൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ ഓഫ് ഇൻസുലേറ്റഡ് വയർ. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയേഴ്സിൻ്റെ എന്ത് ചെയ്തു? കോയിൽ ഓഫ് ഇൻസുലേറ്റഡ് വയർ wrapped അറൗണ്ട് ദ അയൺ കോർ. ഒരു അയൺ കോറിൻ്റെ മുകളിൽ ചുറ്റുന്നതിനെയാണ് ഒരു സിമ്പിൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. വൈഡ്ലി യൂസ്ഡ് ആസ് എ കമ്പോണൻസ് ഓഫ് മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ് ആൻഡ് റിലേ എക്സെട്ര. ഓക്കെ. മാഗ്നറ്റിക് സർക്യൂട്ട്, ദ കംപ്ലീറ്റ് ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ എനി ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫ്ലക്സ്. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് മീൻസ് എന്താണ്? നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു DC വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ എന്തോ ഒരു സോഴ്സ്, ഒരു റെസിസ്റ്റർ, ഒരു വേണമെങ്കിൽ എന്ത് ചെയ്യുക, റെസിസ്റ്ററും ഒരു വോൾട്ടേജ് സോഴ്സും. ഇതെന്താണ്? ആക്ച്വലി ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അതാണ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത്. അല്ലേ? സിമിലർലി ദ കംപ്ലീറ്റ് ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ എനി ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫ്ലക്സ്. അപ്പോൾ അതിനെയാണ് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫ്ലക്സിന് വഴി ഫ്ലക്സ് കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടിന്യൂസ് പാത്തിനെയാണ് എന്ത് പറയുന്നത്? ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇതിൽ വരുന്ന കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് ഉണ്ട്. അതായത് മാഗ്നറ്റിസവും മാഗ്നറ്റിക് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോകും. ഫസ്റ്റ് ഓഫ് ഓൾ, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്, MMF. അല്ലേ, നമ്മൾ EMF പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അതായത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഫോഴ്സ്, അതിനാണ് ആക്ച്വലി ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അത് ഇലക്ട്രോണിൻ്റെ ഫ്ലോനെ മോട്ടിവേറ്റ് അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഫോഴ്സ്. സിമിലർലി മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് മീൻസ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉണ്ടാവാൻ ആവശ്യമായ ഫോഴ്സ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാം. നോക്കാം. The force which drives the magnetic lines of force through a magnetic circuit. Force which drives the magnetic lines of force through a magnetic circuit. ആ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയാണ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ MMF ഈസ് ഈക്വൽ ടു, MMFനെ ഡിനോട്ട് ചെയ്യുന്നത് F എന്നുള്ള ലെറ്ററാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 × S. അതായത് EMF അല്ലെങ്കിൽ V ഈസ് ഈക്വൽ ടു I × R നമ്മൾ പഠിച്ചു അല്ലേ? V വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ്, അല്ലെങ്കിൽ EMF ഈസ് ഈക്വൽ ടു I × R, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സിമിലർലി മാഗ്നറ്റിക് ഫീൽഡിൽ റെസിസ്റ്റൻസിന് പകരം, റെസിസ്റ്റൻസ് മീൻസ് കറണ്ട് എന്താണ്? ഓപ്പോസിഷൻ ടു ദി ഇലക്ട്രോൺ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതായത് കറണ്ട് ഫ്ലോക്കുള്ള ഓപ്പോസിഷനാണ് റെസിസ്റ്റൻസ്. എന്നാൽ റിലക്റ്റൻസ് മീൻസ് ഫ്ലക്സ്, ഒരു മെറ്റീരിയൽ വഴി മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഫ്ലോ ചെയ്യുന്നതിനുള്ള ഓപ്പോസിഷനെയാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം കറണ്ടിന് ഇലക്ട്രിക് സർക്യൂട്ടിലെ വോൾട്ടേജിന് ഇക്വലൻ്റാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ MMF F. അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള കറണ്ടിന് ഇക്വലൻ്റാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള ഫ്ലക്സ് Φ. അതുപോലെ റെസിസ്റ്റൻസ്, ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിന് ഇക്വലൻ്റാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്റ്റൻസ്, അല്ലെങ്കിൽ S എന്ന് ഡിനോട്ട് ചെയ്യും. നോക്കാം. where phi is the magnetic flux and S is the reluctance of the magnetic path. അപ്പോൾ റിലക്റ്റൻസ് ഒക്കെ നമ്മൾ പറയും അല്ലേ? അപ്പോൾ അനലോഗി എന്ന് പറഞ്ഞാൽ EMF is equal to V × IR. ഓൾസോ ഫോർ ഇലക്ട്രോമാഗ്നറ്റ്സ് MMF is equal to NI. അപ്പോൾ MMF F ഡിനോട്ട് ചെയ്യും. അപ്പോൾ F is equal to ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്, ഒരു ഇക്വേഷൻ. അതുപോലെ N × I എന്ന് പറഞ്ഞിട്ട് വേറെ ഇക്വേഷൻ ഉണ്ട്, NI. N മീൻസ് നമ്പർ ഓഫ് ടേൺസ്, I is the കറണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട്, അതിനെയും നമുക്ക് MMF എന്ന് പറയും അല്ലേ? where N is the number of turns of the coil and I is the current flowing through the coil. അതുപോലെ MMFൻ്റെ യൂണിറ്റാണ് കറണ്ട്. N മീൻസ് നമ്പർ ഓഫ് ടേൺസ്, Iയുടെ യൂണിറ്റാണ് കറണ്ട്. അപ്പം ആംബിയർ ടേൺസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് യൂണിറ്റും പറയാം. അപ്പോൾ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് മീൻസ് എന്താണ്? സിമിലർ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ
എന്താണ് ഇലക്ട്രിക് ഫീൽഡിൽ EMF പോലെ മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ളതാണ് MMF. ഇനി എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രിയേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അപ്പോൾ ഫ്ലക്സ് കൂടുതലാണ് മീൻസ് കൂടുതൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വെബർ. ഓർക്കുക, യൂണിറ്റ് ഈസ് വെബർ. അപ്പോൾ ഫ്ലക്സിന് അനലോഗസ് ആയിട്ടുള്ള ഇലക്ട്രിക് ക്വാണ്ടിറ്റിയാണ് കറണ്ട് I. അപ്പോൾ ഫ്ലക്സ് മീൻസ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രിയേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ബേസിക് ഡെഫിനിഷൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റിലക്റ്റൻസ് പറഞ്ഞു അല്ലേ, ഫ്ലക്സ് ഇൻറ്റു എസ് ആണ്, ഫൈ ഇൻറ്റു എസ് ആണ് MMF. എസ് മീൻസ് റിലക്റ്റൻസ് നമ്മൾ പറഞ്ഞതാണ്, അതാണ് റെസിസ്റ്റൻസിനെ പോലെ മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ളതാണ് റിലക്റ്റൻസ്. നോക്കാം എന്താണ്. ദ ഓപ്പോസിഷൻ ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ദി സെറ്റിംഗ് അപ്പ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നതിനുള്ള ഓപ്പോസിഷൻ, അതാണ് റിലക്റ്റൻസ്. നോക്കുക, ഈ ഇക്വേഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. ഫ്ലക്സ് മീൻസ് ബി ഫ്ലക്സ് ഡെൻസിറ്റിയാണ്, എ മീൻസ് ഏരിയ ആണ്. അപ്പോൾ അത് നോക്കണ്ട, കാരണം അത് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് ബൈ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ മുന്നേ പഠിച്ചാണ്, അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. അതുപോലെ MMF ഈസ് ഈക്വൽ ടു, MMFന് കുറേ ഇക്വേഷൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ വേണം. അപ്പോൾ MMFന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ് ഫൈ ഇൻറ്റു എസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് N ഇൻറ്റു I. മൂന്നാമത് നമ്മളിപ്പം പറയുകയാണ് H ഇൻറ്റു L അല്ലേ, H ഇൻറ്റു L. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് നമ്മുടെ MMFനുണ്ട്. അപ്പോൾ ഈ 3 ഇക്വേഷൻ പഠിക്കുക, ഫൈ ഇൻറ്റു എസ്, NI, HL. ഇനി നിങ്ങൾ ബി ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. മ്യൂ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമെബിലിറ്റി, എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഓരോന്നോരോന്നായിട്ട് പറയും, എന്നാൽ പോലും ഓർത്ത് വെക്കാം. അതുപോലെ ദെർഫോർ, അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷന് ഫൈ ഈസ് ഈക്വൽ ടു ബി ബൈ എ അല്ലേ, ബി ബൈ എ. അപ്പം എന്ത് കിട്ടി, എഫ് ഈസ് ഈക്വൽ ടു MMF ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഐ. ദെർഫോർ എഫ് ഈസ് ഈക്വൽ ടു ഫ്ലക്സിന് പകരം അവരെന്ത് ചെയ്തു, ഫൈ ഫ്ലക്സ് ബൈ MMF അല്ലെ, ഫൈ ബൈ എഫ് ഈസ് ഈക്വൽ ടു ഫൈക്ക് പകരം BA ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് കൊടുത്തു. എഫ് മീൻസ് എന്താണ് MMF, അതിന് വരെ H ഇൻറ്റു L എന്ന് കൊടുത്തു. ഇനി ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെർമെബിലിറ്റി. അപ്പം മ്യൂ എച്ചിനെ നമുക്ക് μ0 ഇൻറ്റു μr ഇൻറ്റു എച്ച് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മ്യൂ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു μr ഇൻറ്റു എ, എച്ചിന് പകരം ബിക്ക് പകരം മ്യൂ എച്ച് കൊടുത്തു. അപ്പം ഡിനോമിനേറ്ററിലെ എച്ചും ന്യൂമറേറ്ററിലെ എച്ചും ക്യാൻസലായിട്ട് പോവും. അപ്പം μ0 μr ഇൻറ്റു BAൻ്റെ എയും എല്ലിൻ്റെ എല്ലും കിട്ടും അല്ലേ. അപ്പോൾ ഇതെന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഹെൻസ് ഫൈ ഈസ് ഈക്വൽ ടു μ0 μr എ ബൈ എൽ ഇൻറ്റു എഫ് എന്താണ് MMF അല്ലേ. അപ്പം therefore phi is equal to f by 1 by μ0 μr into a, that is f by s അല്ല, ഇത് നമുക്ക് ഇലക്ട്രിക് ടേംസിലേക്ക് എഴുതിയാണ്. therefore s is equal to, ഇമ്പോർട്ടൻ്റ് ആണ്, റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ്. s is equal to 1 by μ0 റിലേറ്റീവ് പെർമിബിലിറ്റി μr into a, അബ്സല്യൂട്ട് പെർമിബിലിറ്റി, റിലേറ്റീവ് പെർമിബിലിറ്റി, ഏരിയ ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ അതാണ് റിലക്റ്റൻസിൻ്റെ വേറൊരു ഇക്വേഷൻ. s is equal to L by a mu, 1 by L ആണ്, ലെങ്ത് L by a mu, that is L by μ0 μr into a. അപ്പോൾ എസിൻ്റെ റിലക്റ്റൻസിൻ്റെ ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക. അപ്പോൾ റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, ആംപിയർ ടേൺസ് പെർ വെബർ. ഓക്കെ, അപ്പം റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, S is equal to, ഇമ്പോർട്ടൻ്റ് ആണ്, S is equal to L by a mu, that is L by μ0 μr into a. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ടാണ് വരുന്നത്. ഇനി അതിൽ ബി മീൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പം
ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഫ്ലക്സ് ഒരു യൂണിറ്റ് ഏരിയത്തിൽ എത്ര ഫ്ലക്സ് ഉണ്ട് അതിനെ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. Therefore, number of magnetic lines of force created in a magnetic circuit per unit area normal to the direction of flux lines. അതിനാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. That is number of magnetic lines of force created in a magnetic circuit per unit area normal to the direction of flux lines. അപ്പോൾ B is equal to 5/A. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫൈയുടെ യൂണിറ്റ് വെബറാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ലയാണ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത് വേറൊരു ടേംസ് പറഞ്ഞു, എന്താണ് എഫ് ഈസ് ഈക്വൽ ടു H/L. ദെർഫോർ H ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് തന്നെയാണ് H എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് H? ദ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത്, ദറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ HL ആണ്. അപ്പോൾ H ഈസ് ഈക്വൽ F/L. F എന്ന് പറഞ്ഞാൽ MMF, L എന്ന് പറഞ്ഞാൽ ലെങ്ത്. അപ്പം ദ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് സർക്യൂട്ട്, ദറ്റ് ഈസ് H ഈസ് ഈക്വൽ ടു NI/MMF/L. ദറ്റ് ഈസ് MMFന് പകരം നമുക്ക് NI എന്ന് എഴുതാം. ദറ്റ് ഈസ് NI/L ആണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമായതുകൊണ്ടാണ് വേഗത്തിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അതുപോലെ പെർമബിലിറ്റി നമ്മൾ ഓൾറെഡി B ഈസ് ഈക്വൽ ടു μH എന്നുള്ള ഇക്വേഷൻ പഠിച്ചു അല്ലേ. വേർ mu ഈസ് ദി പെർമബിലിറ്റി. പെർമബിലിറ്റി മീൻസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ക്യാരി മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഒരു മെറ്റീരിയലിന് മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കഴിവ്, അതിനാണ് എന്ത് പറയുന്നത്, permeability means it is a property of a magnetic material which indicates the ability of the magnetic circuit to carry magnetic flux അല്ലേ. therefore mu is equal to BH equation എന്നൊക്കെ നമുക്കറിയാം. B is equal to μH. പെർമിബിലിറ്റിക്ക് നമുക്ക് രണ്ടായിട്ടുണ്ട്, μ0 അബ്സല്യൂട്ട് പെർമിബിലിറ്റി, μr റിലേറ്റീവ് പെർമിബിലിറ്റി. അപ്പം μr means mu/μ0. Unit Henry per meter. Permeability of free space on the air or non-magnetic material, μ0 അതാണ് അബ്സല്യൂട്ട് പെർമെബിലിറ്റി. 4π × 10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടി വരും, മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ പ്രോബ്ലം വേണ്ടി വരും. അപ്പോൾ μ0 is equal to 4π × 10⁻⁷ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനിയും കുറച്ച് നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ട്സും തമ്മിലൊരു കമ്പാരിസൺ നടത്തണം. സർക്യൂട്ട്സ് തമ്മിലുള്ള കമ്പാരിസൺ അല്ല, ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള. അതായത് EMF ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു IR, യൂണിറ്റ് വോൾട്ടേജ് ആണ്. എന്നാൽ അത് മാഗ്നറ്റിക് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ MMF ആവും. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു E ഈസ് ഈക്വൽ ടു I/R. അതിന് തന്നെ 5 × S ആവും. 5 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, S എന്ന് പറഞ്ഞാൽ റിലക്റ്റൻസ് ആണ്, യൂണിറ്റ് ആംബിയർ ടേൺസ്. ഇനി കറണ്ടിന് ഇക്വലൻ്റ് ആയിട്ട്, കറണ്ടിന് യൂണിറ്റ് ആംബിയർ, ഇക്വലൻ്റ് ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് 5 യൂണിറ്റ് വെബർ അല്ല. കറണ്ട് ഡെൻസിറ്റി J, കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതായത് I/A കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, അങ്ങനെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയും. ചില ടേംസ് നിങ്ങൾ പഠിക്കും. അപ്പോൾ അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ളതാണ് ഫ്ലക്സ് ഡെൻസിറ്റി B, ദാറ്റ് ഈസ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ല. റിലക്റ്റൻസ് അതാണ് റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ളത്. റെസിസ്റ്റൻസ് ഓമാണ്, ഇത് ആംബിയർ ടേൺസ് പെർ വെബറാണ്. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് വോൾട്ടാണ്, ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണ്. സ്ട്രെങ്ത് E, സ്ട്രെങ്ത് H, കണ്ടക്ടിവിറ്റി സിഗ്മ, പെർമെബിലിറ്റി mu. സിഗ്മ ഈസ് ഈക്വൽ ടു L/R × A, mu is equal to L/SA അല്ലേ. therefore S is equal to L/A എന്നുള്ള ഇക്വേഷനും പഠിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മളിത് പഠിച്ചിട്ടില്ലേ, റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ρL/A നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ റിലക്റ്റൻസ് S ഈസ് ഈക്വൽ ടു L/A
മ്യൂ എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. ആർ ഇസ് ഇക്വൽ ടു റോ എൽ ബൈ എ എസ്, റിലക്റ്റൻസ് ഇസ് ഇക്വൽ ടു എൽ ബൈ എ മ്യൂ. എ ഇസ് ദി ഏരിയ, മ്യൂ ഇസ് ദി പെർമിയബിലിറ്റി. Difference between electric and magnetic circuit. Electric circuit, current actually flows. In magnetic circuit, flux is created and it is not a flow. ഫ്ലോ ചെയ്യുന്നില്ല. ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ്, ഇലക്ട്രോൺസ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഫ്ലോ അല്ല. ഓക്കെ, അപ്പോൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വേറെ ടേംസിലും കുറച്ചായിട്ട് പറയുന്നത് മാത്രം. ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, ഫൈ ഇസിക്കൽ ടു ബി ഇസിക്കൽ ടു 5/A. ഫ്ലക്സ് ആണ്, വെബറാണ്, എ സ്ക്വയർ മീറ്റർ ആണ്. 1 ടെസ്ല ഇസിക്കൽ ടു 1 T ഇസിക്കൽ ടു 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൽ 1 ടെസ്ല എന്നായിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ടാവുക. ബട്ട് നിങ്ങൾക്കത് ചിലപ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, അത് ഈക്വൽ ടു 1 വെബർ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. Flux density of an electromagnet directly related to number of turns and current. The product is called magnetomotive force. അത് നമ്മളിപ്പോൾ ഓൾറെഡി എഫ് എന്നാണ് ഡിനോട്ട് ചെയ്ത്. എഫ് ഈസ് ഈക്വൽ ടു NI. പെർമിയബിലിറ്റി എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതാണ് എബിലിറ്റി ടു കണ്ടക്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ഇറ്റ്. അതിനാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി. എന്താണ്, if the core of a different materials with the same physical dimensions are used in the electromagnet, the strength of the magnet will vary in accordance with the core used. The variation in strength is due to the number of flux lines passing through the core. ഇപ്പോൾ കോറിലൂടെ എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സല്യൂട്ട് പെർമിയബിലിറ്റി മ്യൂ ബൈ പെർമിയബിലിറ്റി ഓഫ് എയർ, അതാണ് μ0. ദാറ്റ് ഈസ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ μ0. അപ്പം നമ്മൾ നേരത്തെ എന്ത് എഴുതി, എച്ച് ഈസ് ഈക്വൽ ടു ബി എച്ച്, മ്യൂ ഈസ് ഈക്വൽ ടു ബി എച്ച് എന്ന് എഴുതല്ലേ, അങ്ങനെയല്ലേ എഴുതിയത് നേരത്തെ. നോക്കാം എന്താണ്, ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്, ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്, ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. അപ്പോൾ ഈ മ്യൂവിനെ നമ്മൾ μ0 ഇൻറ്റു മ്യൂ ആർ ഇൻറ്റു എച്ച് എന്ന് എഴുതുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്, അതുകൊണ്ടാണ് ഞാനത് പിന്നെയും പറയാത്തത്. അപ്പം ഹൈ പെർമിയബിലിറ്റി മീൻസ് കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ഈസി ആയിട്ട് കടത്തിവിടാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഹൈ പെർമിയബിലിറ്റി എന്ന് പറയും കേട്ടോ. പെർമിയബിലിറ്റി ഇസ് എ മെഷർ ഓഫ് ഈസ് വിത്ത് വിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി മെറ്റീരിയൽ. എത്ര പെട്ടെന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് 0 ആണ്. ദാറ്റ് ഈസ് μ0 ഇസ് ഈക്വൽ ടു, വാക്കത്തിൽ പെർമിയബിലിറ്റി ഇല്ല കേട്ടോ, എയറിലാണ് μ0 ഈക്വൽ ടു 4π × 10⁻⁷. മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് പെർമിയബിലിറ്റി സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫ്രീ സ്പേസ് ആർ സെഡ് ടു ബി ഡയാമാഗ്നറ്റിക് ആൻഡ് ദോസ് വിത്ത് പെർമിയബിലിറ്റി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഫ്രീ സ്പേസ് ആർ കോൾഡ് പാരാമാഗ്നറ്റിക്. ഇപ്പോൾ ഡയാമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫ്രീ സ്പേസ്, അതിനാണ് ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. എന്നാൽ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫ്രീ സ്പേസ് ആണെങ്കിൽ അതിനെ പാരാമാഗ്നറ്റിക് എന്ന് പറയും അല്ലേ. ഇനി the magnetic materials such as iron, nickel, steel, alloys of these materials have the permeability hundreds and even thousands of times that of a free space and are referred to as ferromagnetic. അതായത് 1000 times എന്തുണ്ടാവും, പെർമിയബിലിറ്റി ഉണ്ടാവും. ഏതിനൊക്കെ, അയൺ, നിക്കൽ, സ്റ്റീൽ, അതിൻ്റെയൊക്കെ അലോയ്സിനൊക്കെ. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് നമ്മളെന്ത് പറയുന്നത്, ഫെറോമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് അല്ലേ. The ratio of permeability of a material to that of free space called relative permeability. അപ്പോൾ μr is equal to mu by μ0, where mu is the absolute permeability, μ0 means relative permeability of air അല്ലേ. അപ്പോൾ നമ്മൾ റിലേറ്റീവ് പെർമിയബിലിറ്റി μr നോർമലി 1 ആയിട്ടാണ് എടുക്കാറുള്ളത്. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ.
അപ്പോൾ ഇൻ ജനറൽ ഫോർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ mu r is higher than 100 times അല്ലേ, mu r is greater than 100. എന്നാൽ നോൺ മാഗ്നറ്റിക് ആണെങ്കിൽ mu r is equal to 1. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട്സ് പറയുമ്പം വേണ്ടത്. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞു, പെർമിയബിലിറ്റി പറഞ്ഞു, റിലേറ്റീവ് പെർമിയബിലിറ്റി പറഞ്ഞു അല്ലേ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് എന്ന് പറയാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്നൊക്കെ പറയാറുണ്ട് എച്ചിന്, അത് പറഞ്ഞു. അതുപോലെ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് MMF പറഞ്ഞു. പിന്നെന്താണ്, കമ്പാരിസൺ ബിറ്റ്വീൻ മാഗ്നറ്റിക് സർക്യൂട്ട് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ വേറെ ടേംസ് ഉണ്ടോ, പെർമിയൻസ്. അപ്പോൾ റിലക്റ്റൻസ് നമ്മൾ പറഞ്ഞു. എന്താണ് റിലക്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അറിയാത്ത ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കണം. റിലക്റ്റൻസ് നമ്മൾ എന്തുണ്ട്, S ഈസ് ഈക്വൽ ടു L/AMU പറഞ്ഞു അല്ലേ, അതാണ് റിലക്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിഷനാണ് AMU/L, ദാറ്റ് ഈസ് 1/S. അതിനാണെന്ന് പറയുന്നത് പെർമിയൻസ് എന്ന് പറയും. പെർമിയൻസ്, അപ്പോൾ ടേംസ് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് പെർമിയൻസ് ഈസ് 1/റിലക്റ്റൻസ്. അപ്പോൾ അല്ലെങ്കിൽ റിലക്റ്റൻസ് നമ്മൾ വേറെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്താണ് റിലക്റ്റൻസ് ഈസ് ഈക്വൽ ടു MMF ദാറ്റ് ഈസ് V/I എന്ന് പറയുന്നത് MMF ഫ്ലക്സ് ആണ് അല്ലേ. അപ്പം പെർമിയൻസ് ആണെങ്കിൽ ഫ്ലക്സ്/MMF ആയിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ വേറെ കാര്യം പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് അല്ല. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് സർക്യൂട്ട്സ് ഉണ്ട്, അതുപോലെ സീരീസ് ആൻഡ് മാഗ്നറ്റിക്. നമ്മളിപ്പം ബേസിക്കായിട്ട് മാഗ്നറ്റിസം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഹിസ്റ്റെരീസിസ് പറയണം, അതുപോലെ സീരീസ് ആൻഡ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ കുറിച്ച് പറയണം, പ്രോബ്ലംസ് ചെയ്യണം അല്ലേ. ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് സെഷനിൽ വരുന്ന കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.